ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു പറഞ്ഞു, നബിയെ, എൻ്റെ പിതാവ് എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്നോട് ചോദിക്കാതെ എടുക്കാറുണ്ട്. അങ്ങൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ പിതാവിനെ കൂട്ടി വരാൻ പറഞ്ഞു. ചെറുപ്പക്കാരൻ പോയി. ഉടനെ മാലാഖയായ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, പിതാവ് വന്നാൽ ആദ്യം അങ്ങ് അയാളുടെ മനസ്സിൽ തോന്നിയ വികാരങ്ങളാണ് ചോദിക്കേണ്ടത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ചെറുപ്പക്കാരനും അയാളുടെ വൃദ്ധനായ പിതാവും വന്നു. പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ചോദിച്ചു. ആഗതൻ ഒരു കവിത പോലെ ചൊല്ലാൻ തുടങ്ങി. മകനെ, ചെറുപ്പത്തിൽ നിനക്ക് ഭക്ഷണം തന്നത് ഞാനാണ്. എൻ്റെ സമ്പാദ്യമാണ് നിന്നെ വളർത്തിയത്. ഞാൻ അധ്വാനിച്ചത് കൊണ്ടാണ് നീ ഉണ്ണുകയും കുടിക്കുകയും ചെയ്തത്. നിനക്ക് വല്ല രോഗവും വന്നാൽ ഉറങ്ങാതെ ഞാൻ അസ്വസ്ഥനാകുമായിരുന്നു. കവിത കേട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നയനങ്ങൾ നനയാൻ തുടങ്ങി. പിതാവ് തുടർന്നു, അങ്ങനെ നിന്റെ സംരക്ഷണം ആഗ്രഹിക്കേണ്ട പ്രായത്തിൽ ഞാൻ എത്തിയപ്പോൾ പരുഷമായ പെരുമാറ്റമാണല്ലോ നീ എനിക്ക് പകരം നൽകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തോന്നുകയാണ്, ഞാൻ നിനക്കല്ല, നീ എനിക്കാണ് വേണ്ടതെല്ലാം മുമ്പ് ചെയ്തു തന്നതെന്ന്. വൃദ്ധനായ പിതാവ് തൻ്റെ മകനെക്കുറിച്ച് പറഞ്ഞ അവസാന ഭാഗം കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കരച്ചിൽ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല. അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെറുപ്പക്കാരൻ്റെ മാറിന് പിടിച്ചു പറഞ്ഞു, നിന്റെ സമ്പാദ്യം മാത്രമല്ല, നീ തന്നെ നിന്റെ പിതാവിന് അവകാശപ്പെട്ടതാണ്. രണ്ടുപേരും പിരിഞ്ഞു പോയപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുയായികളോട് പറഞ്ഞു, വൃദ്ധൻ തൻ്റെ അനുഭവം വർണ്ണിച്ചപ്പോൾ ഞാൻ കരഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ മാത്രമല്ല, നമ്മുടെ ചുറ്റുഭാഗത്തുമുള്ള മരങ്ങൾ, കല്ലുകൾ, മണൽത്തരികൾ എല്ലാം അത് കേട്ട് എൻ്റെ കൂടെ കരയുകയുണ്ടായി. സ്വന്തം മക്കളെ കുന്നോളം വളർത്തി വലുതാക്കാൻ വേണ്ടി കൈത്തഴമ്പ് പറ്റുകയും തൊലി ചുളുങ്ങുകയും മുടി നരയ്ക്കുകയും ചെയ്ത പാവം പിതാക്കന്മാരെ നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു 1000 നമസ്കാരപ്പൂക്കൾ. ഈ കഥ നിങ്ങൾക്ക് പ്രചോദനമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അസ്സലാമു അലൈക്കും.